സംഘാശയങ്ങളുടെ പ്രചാരണത്തിനായി പ്രയത്നിച്ച യുവത്വമായിരുന്നു വിശാലിൻ്റേതെന്ന് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജക് ജെ നന്ദകുമാർ. വിശാലിൻ്റെ ചെങ്ങന്നൂർ മുളക്കുഴപ്പേട്ടയിലെ വീട്ടിൽ നടന്ന പുഷ്പാർച്ചനയിലും ബൗദ്ധിക് സാംഘിക്കിലും പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാലിനെ ഇല്ലാതാക്കിയതുപോലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളാണെന്നും മത തീവ്രവാദികളെ എതിർത്തതിനാലാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച അഭിമന്യു ഉൾപ്പെടെ കൊല്ലപ്പെട്ടതെന്നും ജെ നന്ദകുമാർ പറഞ്ഞു. ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ശക്തികൾ അതിനേറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാമിക ഭീകരവാദികൾ. ആ ഇസ്ലാമിക ഭീകരവാദികൾ പല മേഖലയിലൂടെ നമ്മുടെ നാടിനെ, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുക. രാഷ്ട്രത്തോട് താതാത്മ്യം പ്രാപിച്ച വ്യക്തികൾ ശാഖയിലൂടെ വളർന്നു വന്ന് രാഷ്ട്രത്തിന്റെ സ്പന്ദനങ്ങൾക്കൊപ്പം തന്റെ ഹൃദയസ്പന്ദനങ്ങൾ ചേർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഗൂഢശ്രമങ്ങളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. വിശാലിന്റെ വിശേഷത അതായിരുന്നു, പ്രത്യേകത അതായിരുന്നു. എന്നേക്കാൾ കൂടുതൽ നന്നായിട്ടിരിക്കുന്ന പല ആളുകൾക്കും, വിശാലിനൊപ്പം പ്രവർത്തിച്ച ആളുകൾക്ക് പലർക്കും അത് നന്നായിട്ട് അറിയാം. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ, ചുറ്റുവട്ടങ്ങളിൽ എങ്ങനെയാണ് ഭീകരവാദികൾ ശക്തി പ്രാപിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും അതിന് വിപരീതമായി ഹിന്ദു സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ, നമ്മുടെ സഹോദരങ്ങളെ ഒറ്റക്കെട്ടായി നിർത്താൻ, നമ്മുടെ സഹോദരികളെ രക്ഷിക്കാൻ വിശാൽ വളരെയേറെ പ്രവർത്തിച്ചു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ കണ്ണിലെ കരടായി. ഇത്തരം പ്രവർത്തനം നടത്തുന്ന തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് എന്നും പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഇസ്ലാമിക ഭീകരവാദികൾക്ക് കേരളത്തിൽ ഇന്നോളം ഏറ്റവും പിന്തുണ കൊടുക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളാണ്.